everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 52nd lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about preliminaries to the establishment of standard costs and standard costing and inventory valuation. And in this lecture, we are going to discuss about standard cost card or standard cost sheet and analysis of variances. We are going to discuss about standard cost card or standard cost sheet. The standards established for each element of cost for a product are recorded in a standard cost card or standard cost sheet. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഓരോ എലമെൻ്റ് ഓഫ് കോസ്റ്റിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡിൽ ഓർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. എലമെൻ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. സോ ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ഇങ്ങനെ ഓരോ എലമെൻ്റ് ഓഫ് കോസ്റ്റിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് ഓർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, സച്ച് എ കാർഡ് ഷോസ് ഫോർ എ സ്പെസിഫൈഡ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ the quantity and price of each type of material required, the time and the rate of each category of labor, the overhead rate, total standard cost and cost per unit. What are the items for which standard cost card is shown? ഏതൊക്കെ ഐറ്റംസിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് കാണിക്കുന്നതെന്ന് നോക്കാം. സ്പെസിഫൈഡ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ്റെ സ്പെസിഫൈഡ് യൂണിറ്റ്. The quantity and price of each type of material required. റിക്വയർഡ് ആയ ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയലിൻ്റെയും ക്വാണ്ടിറ്റിയും പ്രൈസും. ദ ടൈം ആൻഡ് ദ റേറ്റ് ഓഫ് ഈച്ച് കാറ്റഗറി ഓഫ് ലേബർ, ഓരോ കാറ്റഗറി ഓഫ് ലേബറിൻ്റെയും ടൈമും റേറ്റും. ദ ഓവർഹെഡ് റേറ്റ്, ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദീസ് ആർ ദ ഐറ്റംസ് ഫോർ വിച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് ഈസ് ഷോൺ. A standard cost card should be maintained for each product showing total standard cost of output dividing into various elements of cost. അതായത് ഓരോ പ്രോഡക്റ്റിനും സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡിൽ ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ വേരിയസ് എലമെൻ്റ് ഓഫ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാൽക്കുലേഷനും കാണിക്കണം. ഓക്കെ, now we are going to discuss analysis of variances. Control. As we all know, control is a very important function of management. മാനേജ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ കൺട്രോൾ മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ കൺഫോംസ് ടു ഇറ്റ്സ് പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. കൺട്രോൾ വഴി മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അതിൻ്റെ പ്ലാൻസിനും ഒബ്ജക്റ്റീവ്സിനും അനുസൃതമായാണോ, അതായത് ഓർഗനൈസേഷൻ്റെ പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചാണോ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്നുള്ളത് മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നത് കൺട്രോൾ എന്ന ഫംഗ്ഷൻ വഴിയാണ്. ഓക്കെ, അനാലിസിസ് ഓഫ് വേരിയൻസസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിംഗ് ദ പെർഫോമൻസ് ആൻഡ് അച്ചീവിംഗ് ദ പ്രോഫിറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലാൻഡ്. അനാലിസിസ് ഓഫ് വേരിയൻസസ് പെർഫോമൻസിൻ്റെ കൺട്രോളിങ്ങിനും പ്ലാൻ ചെയ്ത പ്രോഫിറ്റ്സിൻ്റെ അച്ചീവ്മെൻറ്റിനും ഹെൽപ്ഫുള്ളാണ്. ഇവിടെ അനാലിസിസ് ഓഫ് വേരിയൻസസ് ആണ് പറയുന്നത്. നമുക്ക് വേരിയൻസ് എന്താണെന്ന് നോക്കാം. വേരിയൻസ്, ദ ഡീവിയേഷൻ ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽസ് ഈസ് നോൺ ആസ് വേരിയൻസ്. അതായത് നമ്മൾ കോസ്റ്റിനും പ്രോഫിറ്റിനും സെയിൽസിനുമെല്ലാം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ഈ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്നും ആക്ച്വലി ഉള്ള കോസ്റ്റിനോ പ്രോഫിറ്റിനോ സെയിൽസിനോ ഉള്ള ഡീവിയേഷനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ₹2500 ആണെന്ന് വിചാരിക്കുക. ദെൻ മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ₹2600 ആണെന്ന് വിചാരിക്കുക. സോ അവിടെ ആക്ച്വൽ കോസ്റ്റിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ട്. ദിസ് ഡീവിയേഷൻ ഈസ് നോൺ ആസ് വേരിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ആക്ച്വൽ കോസ്റ്റിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്നുള്ള ഡീവിയേഷൻ ₹100 ആണ്. ഓക്കെ,
and variance may be favorable variance or unfavorable variance. Variance favorable variance ആകാം അല്ലെങ്കിൽ unfavorable variance ആകാം. Favorable variance എന്താണെന്ന് നോക്കാം. When actual cost is less than the standard cost or actual profit is better than standard profit, it is known as favorable variance. അതായത് ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനേക്കാളും ബെറ്റർ ആണ്, വിച്ച് മീൻസ് ആക്ച്വൽ പ്രോഫിറ്റ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനേക്കാളും കൂടുതലാണ് എങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഫേവറബിൾ വേരിയൻസ്. ഓക്കെ, സച്ച് എ വേരിയൻസ് ഈസ് യൂഷ്വലി എ സൈൻ ഓഫ് എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ. ഫേവറബിൾ വേരിയൻസ് ഇറ്റ് ഇസ് എ സൈൻ ഓഫ് എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയുടെ ഒരു സൈനാണ്. ബിക്കോസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവായ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിനേക്കാളും ബെറ്ററായ ആക്ച്വൽ പ്രോഫിറ്റും ഒക്കെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഫേവറബിൾ വേരിയൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് അൺഫേവറബിൾ വേരിയൻസ്. When actual cost is more than standard cost or actual profit or turnover is less than standard profit or turnover, it is called unfavorable or adverse variance. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഓർ ടേൺ ഓവറിനേക്കാളും കുറവാണ് ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ടേൺ ഓവർ, then it is called unfavorable or adverse variance. It is usually an indicator of inefficiency of the organization. Unfavorable or adverse variance എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇന്നെഫിഷ്യൻസിയുടെ ഇൻഡിക്കേറ്റർ ആണ്. ബിക്കോസ് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ്, സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഓർ ടേൺ ഓവറിനേക്കാളും കുറവാണ് ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ടേൺ ഓവർ, ദെൻ അൺഫേവറബിൾ ഓർ അഡ്വേഴ്സ് വേരിയൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഇന്നെഫിഷ്യൻസിയാണ്. ഓക്കെ, ദ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ വേരിയൻസസ് ആർ ഓൾസോ നോൺ ആസ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് വേരിയൻസസ് റെസ്പെക്റ്റീവ്ലി. അതായത് ഫേവറബിൾ വേരിയൻസസിനെ ക്രെഡിറ്റ് വേരിയൻസസ് എന്നും അൺഫേവറബിൾ വേരിയൻസസിനെ ഡെബിറ്റ് വേരിയൻസസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, വേരിയൻസസ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ദ കീ ടു കോസ്റ്റ് കൺട്രോൾ because they disclose whether and to what extent standards set have been achieved. കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ വേരിയൻസസ് ദേ പ്രൊവൈഡ് ദ കീ ടു കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസും നടത്തുന്നത് ഈ കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ വേരിയൻസസ് ആണ്. ബിക്കോസ് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്തെങ്കിൽ എന്ത് എക്സ്റ്റെൻറ്റ് വരെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്തു തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഐറ്റംസ് ഓഫ് കോസ്റ്റിൻ്റെ വേരിയൻസസ് ആണ്. വേരിയൻസസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഈ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് വളരെ ഹെൽപ്ഫുള്ളാണ് കോസ്റ്റ് കൺട്രോളിന്. ഓക്കെ, ഇതനുസരിച്ചാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. The balance of the topic analysis of variances will continue in the next lecture. Thank you.